അണികളെ ചേർത്ത് നിർത്തി CPM നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുകയാണ് PV അൻവർ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിസ്സഹായനാണെന്ന് PV അൻവർ തുറന്നടിച്ചു. കോടിയേരി ബാലകൃഷ്ണനോട് താരതമ്യപ്പെടുത്തിയാണ് നിലവിലെ നേതൃത്വത്തെ PV അൻവർ വിമർശിക്കുന്നത്. തന്റെ നിലപാടുകൾ വിശദീകരിക്കാൻ നിലമ്പൂരിൽ PV അൻവർ പൊതുസമ്മേളനവും വിളിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ CPM-നെ പ്രതിരോധിച്ചിരുന്ന PV അൻവർ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് പാർട്ടി നേതൃത്വത്തിന് നേരെയാണ്. മുഖ്യമന്ത്രിയും കൂട്ടരും പാർട്ടി സംവിധാനം ഇല്ലാതാക്കുന്നെന്ന വിമർശനത്തിലൂടെ CPM-ന്റെ സംഘടനാ ദൗർബല്യത്തെയാണ് PV അൻവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞാണോ? നിങ്ങളൊന്ന് പറ, നിവൃത്തികേടുകൊണ്ട് പറയാം അല്ലേ? ഗോവിന്ദ മാഷ സ്ഥിതി അതാണെങ്കിൽ ബാക്കിയുള്ള സഖാക്കളുടെ സ്ഥിതി എന്താ? മുഖ്യമന്ത്രിയെയും പാർട്ടി നേതൃത്വത്തെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച PV അൻവർ പാർട്ടി പ്രവർത്തകരെ കൂടെ നിർത്തുന്ന തന്ത്രപരമായ ഭാഷയാണ് ഇന്നും ഉപയോഗിച്ചത്. ഓരോ വാക്കിലും പ്രിയപ്പെട്ട സഖാക്കളെന്ന് പരാമർശം. അവിടെ മാർക്സിസ്റ്റുകാരനാണ് 2 കൊടുക്കുക. ഓട്ടോറിക്ഷ ഓടി വരുന്നവൻ CIT-ന്റെ ബോർഡ് ഉണ്ടെങ്കിൽ 500 രൂപയാണ് സാധാരണ ഫൈനാണെങ്കിൽ 1000. എത്ര സഖാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്? വേട്ടയാട കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ ഉടനീളം. നിലവിലെ പാർട്ടി നേതൃത്വത്തെ കോടിയേരി ബാലകൃഷ്ണനോട് താരതമ്യപ്പെടുത്തുന്നു PV അൻവർ. സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ താൻ പറയുന്നത് കേൾക്കുമായിരുന്നു. കോടിയേരിയുടെ മൃതദേഹം AKG സെന്ററിലേക്ക് കൊണ്ടുപോകാത്തതിനു പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന കടുത്ത വിമർശനവും. ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി പിറ്റേ ദിവസം ശവഹദാഹം നടക്കി പിരിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ് അത് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകണം, അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ്. കൊടിയേരി സഖാവ് ആരായിരുന്നു? കോടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മൈക്കും വെച്ചിരിക്കേണ്ടി വരുമോ? ഞായറാഴ്ച നിലമ്പൂരിൽ രാഷ്ട്രീയ പൊതുസമ്മേളനം അൻവർ വിളിച്ചിട്ടുണ്ട്. തന്റെ ഭാഗം വിശദീകരിക്കാനാണ് സമ്മേളനമെങ്കിലും നിലവിൽ പാർട്ടിക്കുള്ളിൽ നിന്നടക്കം ലഭിക്കുന്ന ജനപിന്തുണ ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. പെട്ടെന്ന് CPM-ന് മറുപടി പറഞ്ഞു ഒതുക്കാവുന്നതല്ല അൻവർ ഉന്നയിച്ചതൊന്നും. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും പാർട്ടി പ്രവർത്തകരോട് വിശദീകരണം നൽകേണ്ടി വരും. കൂടാതെ എതിരാളികളുടെ രാഷ്ട്രീയ ആക്രമണത്തെ ചെറുക്കുകയും വേണം. ഈ പ്രതിസന്ധി പെട്ടെന്ന് CPM-ൽ കെട്ടടങ്ങുന്നതല്ല. അർഷാക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം.